എന്റെ കർത്താവേ, എന്റെ നല്ലിടയ, അങ്ങേക്കെന്നെന്നും ആരാധന. എന്റെ കർത്താവേ, എന്റെ നല്ലിടയ, അങ്ങേക്കെന്നെന്നും ആരാധന. എന്റെ കർത്താവേ, എന്റെ നല്ലിടയ, അങ്ങേക്കെന്നെന്നും ആരാധന. ഞങ്ങളെ സ്നേഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ രക്ഷിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ ദിനംതോറും അനുഗ്രഹിക്കുന്ന പരിപാലിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, വചനം പറയുന്നു, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഫിലിപ്പി 4:19. വീണ്ടും സങ്കീർത്തകനിലൂടെ അവിടുന്ന് പ്രകാരം പറയുന്നു, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. ആമേൻ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സർവശക്തനായ കർത്താവിനെ നാം ഈ സമയം ആരാധിക്കാൻ പോവുകയാണ്. വലിയ വിശ്വാസത്തോടെ ഈ സമയം ഈശോയെ ഹൃദയത്തിൽ നമുക്ക് അനുഭവിക്കാം. സകല സ്തുതിക്കും അർഹനായ യേശുവിനെ വലിയ സ്നേഹത്തോടെ വലിയ പ്രത്യാശയോടെ നമുക്ക് ആരാധിക്കാം. നിയമാവർത്തനം 28:10 ഇപ്രകാരം കർത്താവ് അരുളി ചെയ്യുന്നു, കർത്താവിന്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലെ സകല മനുഷ്യരും നിന്നെ ഭയപ്പെടുമെന്ന്. ഹല്ലേലൂയ. ഈ വചനത്തിന്റെ ശക്തി അനുഭവിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ നമുക്ക് ഏകാഗ്രമാക്കാം പ്രിയരെ. ഓ എൻ്റെ ദൈവമേ, ഞങ്ങളുടെ പാപത്തിന്റെ അവസ്ഥകളോ ഞങ്ങളുടെ കുറവുകളോ ഞങ്ങളുടെ ബലഹീനതകളോ ഒന്നും കണക്കിലെടുക്കാതെ ഞങ്ങളുടെ കൂടെ ആയിരിക്കുവാനായിട്ട്, ഞങ്ങളെ അനുഗ്രഹിക്കുവാനായിട്ട് ഞങ്ങളിലേക്ക് കടന്നു വന്ന കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങളെ അവിടുത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാക്കുന്ന അങ്ങയുടെ അനന്ത സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു നാഥ. എല്ലാ അന്ധകാര ശക്തികളും ഈ സമയം ഞങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ സങ്കീർണമായ ഏത് പ്രശ്നങ്ങളായാലും ഏത് പ്രതിസന്ധികളായാലും അത് നമ്മെ ഒരുക്കി വാർക്കാനായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നമ്മെ അവൻ്റേതായി രൂപപ്പെടുത്തുവാനാണ് അതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഈ സമയം ആത്മാവിൻ്റെ ശക്തി നിറയാൻ നമുക്ക് ആഗ്രഹിക്കാം. ഓ ദിവ്യനാഥ, സ്വർഗത്തെയും ഭൂമിയെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് സ്വർഗം തുറന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ, കൃപകളാൽ നിറയ്ക്കുവാൻ, ആന്തരികമായി സൗഖ്യത്തിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്ത അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു നാഥ. എന്നോട് ചേർന്ന് നിന്നാൽ ഞാൻ നിങ്ങളോടും ചേർന്ന് നിൽക്കുമെന്ന് അരുളി ചെയ്തവനായ അവിടുന്ന് നമ്മിൽ വർഷിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാം പ്രിയരേ. ഈ സമയം അമ്മ മാതാവിൻ്റെ മധ്യസ്ഥം തേടി സ്വർഗത്തിലെ എല്ലാ മാലാഖമാരോടും എല്ലാ വിശുദ്ധരോടും അപ്പസ്തോല വൃന്ദങ്ങളോടും ചേർന്ന് വലിയ സ്നേഹത്തോടെ നിറഞ്ഞ മനസ്സോടെ ദൈവസന്നിധിയിൽ ഇരു കരങ്ങളും ഉയർത്തി സ്വതന്ത്രമായി നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും എല്ലാ അപ്പോസ്തല വൃന്ദങ്ങളോടും ചേർന്ന് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 2 ദിനവൃത്താന്തം 7:15 പറയുന്നു, ഇവിടെ നിന്നുയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും സദാ ജാഗരൂകമായിരിക്കുമെന്ന്. ആമേൻ, ഹല്ലേലൂയ. വീണ്ടും പുറപ്പാട് 9:16 പറയുന്നു,
എൻ്റെ ശക്തി നിനക്ക് കാണിച്ചു തരുവാനും അങ്ങനെ എൻ്റെ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടുവാനും വേണ്ടിയാണ് ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിച്ചത്. പ്രിയമുള്ളവരെ, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി നമുക്ക് അവിടുത്തെ ആരാധിക്കാം. നാം ഏതവസ്ഥകളിൽ കൂടി കടന്നു പോകുമ്പോഴും നമ്മുടെ കൂടെയുള്ള ഈശോയെ നമുക്ക് ആരാധിക്കാം. പ്രിയരെ, ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങ് ഞങ്ങളോട് പറഞ്ഞുവല്ലോ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകുമെന്ന്. സ്നേഹ ഈശോയെ, അങ്ങയുടെ സ്നേഹ ഹൃദയത്തോട് ഞങ്ങളുടെ ഇല്ലായ്മകളും വല്ലായ്മകളും ചേർത്ത് വയ്ക്കുമ്പോൾ അങ്ങയുടെ വാഗ്ദാനം ഞങ്ങൾക്ക് ശക്തിയും ധൈര്യവും ആത്മസന്തോഷവും നൽകുന്ന നാഥ. ലോകം വളരെ ഭീതിജനകമായ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴും എല്ലാം അങ്ങേ പാദാന്തികത്തിലേക്ക് വെച്ച് സ്തുതിക്കുന്ന നാഥ. പ്രിയമുള്ളവരെ, ഈ സമയം നമ്മുടെ കണ്ണുകളെ ഒന്ന് അടയ്ക്കാം, കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. ഓ നല്ല ഈശോയെ, ഞങ്ങളെ ബഹുമാന്യനും അമൂല്യനും അത്രമേൽ പ്രിയങ്കരനുമായി കരുതുന്ന നല്ല ദൈവമേ, അവിടുത്തെ തിരുമുറിവുകളിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ സമസ്തവും ഞങ്ങൾക്ക് ദാനമായി കിട്ടിയതൊക്കെ സമർപ്പിക്കുന്ന ഈശോയെ, പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ ഞങ്ങൾക്ക് ചുറ്റും കോട്ട കെട്ടി വിശുദ്ധീകരിക്കണമേ നാഥ. ഓ ഈശോനാഥ, ഞങ്ങളുടെ കുടുംബങ്ങൾ, ഞങ്ങളുടെ ജീവിത പങ്കാളി, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ മാതാപിതാക്കൾ, പ്രിയപ്പെട്ടവർ എല്ലാവരെയും സമർപ്പിക്കുന്നു. ഈശോയെ, സമാധാനം നഷ്ടപ്പെട്ട കുടുംബങ്ങളെ, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന മക്കളെ, രോഗത്താൽ വേദനിക്കുന്നവരെ, പ്രത്യേകിച്ച് ക്യാൻസർ പോലെ മാറാ രോഗത്താൽ വേദനിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. അവിടുത്തെ ശക്തമേറിയ കരത്താൽ ഈ സമയം കൊറോണ വൈറസ് എന്ന വ്യാധി മൂലം വിഷമിക്കുന്ന എല്ലാ മക്കളെയും, പ്രത്യേകിച്ച് രോഗപീഡയിൽ കഴിയുന്നവര്, ഹോസ്പിറ്റലിൽ കഴിയുന്നവര് എല്ലാവരെയും സമർപ്പിക്കുന്നു. അങ്ങേ കുരിശിൻ ചുവട്ടിൽ ചിന്തിയ അമൂല്യമായ തിരുരക്തത്താൽ ഈ മഹാമാരിയിൽ നിന്നും ലോകത്തെ പൂർണ്ണമായും വിടുവിക്കണമേ എന്നും അതുവഴി ഓരോ മക്കളിലേക്കും മാനസാന്തരത്തിന്റെ അനുഭവം കടന്നു വരണമേ എന്നും പ്രാർത്ഥിക്കുന്നു നാഥ. ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ മക്കളോടും കരുണയായിരിക്കണമേ എന്ന് ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൂടാതെ ജോലി നഷ്ടപ്പെട്ട അനേകം മക്കളുണ്ട്, പലവിധ ഭാരത്താൽ വിഷമിക്കുന്നവരുണ്ട്, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവരുണ്ട്. ഇവരെയെല്ലാം അങ്ങയുടെ പാദപീഠത്തിലേക്ക് ചേർത്ത് വയ്ക്കുന്ന ഈശോയെ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം യാചിച്ചവര്, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ട എല്ലാവരെയും ഞങ്ങൾ ഇതാ സമർപ്പിക്കുന്നു. ഓ എൻ്റെ ഈശോയെ, അങ്ങയുടെ കുത്തിമുറിക്കപ്പെട്ട തിരുഹൃദയത്തിലേക്ക് ഞങ്ങളുടെ എല്ലാ മുറിവുകളും വേദനകളും ചേർത്ത് വെക്കുന്ന ഈശോയെ, ഓ ഈശോയെ, അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേ മക്കളായ ഞങ്ങൾ എല്ലാവരും അങ്ങയുടെ സാന്നിധ്യത്തിലായിരുന്നു കൊണ്ട് ആരാധിക്കുന്നു. ലോകം മുഴുവനും അങ്ങയുടെ ശക്തിയും അങ്ങയുടെ സൗഖ്യവും അങ്ങയുടെ സമാധാനവും അങ്ങയുടെ കൃപകളും വ്യാപിക്കട്ടെ. ഓ ഈശോയെ, അങ്ങയോട് ചേർന്ന് അങ്ങയെ കണ്ടുകൊണ്ട് ഞങ്ങൾ ആരാധിക്കുന്നു നല്ല ഈശോയെ. സ്നേഹസ്വരൂപനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങളുടെ സ്നേഹശൂന്യമായ ഹൃദയത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ കരിക്കട്ട കനലിനോട് ചേർന്ന് കനലായിത്തീരുന്നത് പോലെ അങ്ങയുടെ ജീവൻ തുളുമ്പുന്ന നിറസാന്നിധ്യത്തിലേക്ക് ഞങ്ങളുടെ കൊച്ചു ഹൃദയത്തെ ഇതാ സമർപ്പിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അങ്ങയുടെ സ്നേഹം, അങ്ങയുടെ പരിശുദ്ധമായ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ ചൊരിയപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് പ്രതിസന്ധികളുടെ നടുവിലും ഞങ്ങളുടെ ശക്തിയും ഞങ്ങളുടെ ബലവും ഞങ്ങളുടെ തുണയുമായ ഞങ്ങളുടെ നല്ല അപ്പ, നിന്നെപ്പോലൊരു ദൈവമില്ല, നിന്നെപ്പോലൊരു സത്യത്തെ ഞങ്ങൾ കണ്ടിട്ടുമില്ല. നീ ആരെന്ന്, നീ എന്തെന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുവാനുള്ള ഒരു വലിയ ദിവസമാക്കി നീ മാറ്റണമേ. പുതിയ കാര്യങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്നുള്ള ഈശോയെ. ആത്മാവാൽ ഞങ്ങളെ നിറയ്ക്കപ്പ. ഒന്നുമില്ലായ്മയിൽ നിന്നും നമ്മെ കൈപിടിച്ച് നടത്തുന്നവൻ, നമ്മുടെ ഇല്ലായ്മകളിലും നമ്മുടെ വല്ലായ്മകളിലും നമ്മുടെ വേദനകളിലും കൂട്ടുവന്നവൻ, നമ്മുടെ ഹൃദയത്തിന്റെ സ്പന്ദനം പോലും അറിയുന്നവനായ ആ ദൈവത്തെ ഇരു കരങ്ങളും ഉയർത്തി സ്വതന്ത്രമായി നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. ഒന്നുമില്ലായ്മയിൽ നിന്നും ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നവനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം. ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. ഹബക്കൂക്ക് 1:5 പറയുന്നു, ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. ആമേൻ, ഹല്ലേലൂയ. റോമ 12:11 വീണ്ടും അവിടുന്ന് നമ്മോട് അരുളി ചെയ്യുന്നു, തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ. ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ. പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ. അതേ സഹോദരങ്ങളെ, ഇതാണ് സ്വീകാര്യമായ സമയം. ഇതാണ് രക്ഷയുടെ ദിനം. പ്രിയരെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. 1 കോറിന്തോസ് 2:9 പറയുന്നു, തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. അതേ പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി നാം ആഗ്രഹിക്കുന്നതിലും കൂടുതൽ കാര്യങ്ങൾ ഒരുക്കി കാത്തിരിക്കുന്നവനാണ് അവിടുന്ന്. നാം കാണാത്തതും നാം കേൾക്കാത്തതും നാം ഗ്രഹിക്കാത്തതുമായ കാര്യങ്ങൾ നമുക്ക് വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്ന ഏത് പ്രതികൂലാവസ്ഥകളിലും ഏത് പ്രതിസന്ധികളിലും കൂട്ടുവരുന്ന ഒരു ദൈവം നമുക്കുണ്ട് പ്രിയരെ. ആമേൻ, ഹല്ലേലൂയ. ആ ദൈവത്തെ, ആ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആയ ത്രിയേക ദൈവത്തെ ഇരു കരങ്ങളും ഉയർത്തി സ്വതന്ത്രമായി നമുക്കൊന്ന് സ്തുതിച്ചു മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും നന്ദി പറയുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ സമയം കർത്താവിൻ്റെ വലിയ വിടുതലിനും അനുഗ്രഹത്തിനുമായി നമുക്ക് നന്ദി പറയാം. അവിടുന്ന് നമ്മിൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് ഈ സമയം നന്ദി പറയാം. പ്രിയരെ, ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാതെ അവിടുന്ന് അത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ സമയം നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്കും
നമുക്ക് ലഭിച്ച സന്തോഷത്തിനും വിടുതലിനും ആനന്ദത്തിനുമായി നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ അനന്തമായി, ഞങ്ങളെ അമൂല്യമായി സ്നേഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് അർഹനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. അങ്ങേ ഞാൻ ആരാധിക്കുന്നു പിതാവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു പുത്രനാമേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു ൃഹായാം ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു